ലേറ്റസ്റ്റ് ലെവലിൽ നിൽക്കുകയാണല്ലേ ഹണി റോസിന്റെ പരാതി. സത്യം. അത് നമുക്ക് ചിന്തിക്കുന്നതിന് അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല, രണ്ട് ഭാഗവും പറയുന്നവരുണ്ട്. പക്ഷെ എന്നാലും ചെയ്തത് തെറ്റാണ്. അതിൽ രണ്ട് ഭാഗമേ ഇല്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ എങ്ങനെ നമുക്ക് അതിനകത്ത് ആ കലാകാരിയെ വിമർശിക്കാൻ കഴിയുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യാവകാശമാണല്ലോ. അത് അതിനകത്ത് കയറി അതൊക്കെ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഒക്കെ വിമർശനം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാട് പറഞ്ഞാൽ കുറച്ച് ഒരു ശ്രദ്ധ കിട്ടും എന്നൊക്കെ കരുതി പുള്ളി പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ അദ്ദേഹത്തെ നമ്മൾ പല വേദികളിലും ചാനൽ ചർച്ചകളിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടൊക്കെ ഇത്രമാത്രം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാഹുലിന്റെ ഭാര്യ ദീപയായാലും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ പരിപാടികൾക്ക് പോകുമ്പോഴെല്ലാം കാണാറുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡ്, ഇത്തരത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ടുള്ള ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വളരെ അദ്ദേഹം ചില മാന്യത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ആ മാന്യത എന്നുള്ള നറേഷൻ തന്നെ എന്താണ് എന്നുള്ളത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലാണല്ലോ. എന്താണ് സദാചാരം, എന്താണ് മാന്യത? ഞാൻ ധരിക്കുന്ന വസ്ത്രം ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ മറ്റൊരു ഇടത്തിലേക്ക് പോകുമ്പോഴോ മറ്റൊരു കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോകുമ്പോഴോ അത് നോർമലായി ബോഡി ഷേമിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലുത്. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അതിൽ അവർ വളരെ ബോൾഡായിട്ട് നിലപാടെടുത്തു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പുതിയ താരങ്ങൾ എസ്തർ ആയാലും അനശ്വര ആയാലും ഒക്കെ പറയുന്നുണ്ട് ഈ ക്യാമറ ആംഗിളുകളെ പറ്റി. നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഓഡിയൻസിനെല്ലാം നമ്മളുമായി നല്ലതുപോലെ സംസാരിച്ച് നമ്മൾ ആ ചടങ്ങ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു കഴിയുമ്പം ഫേസ്ബുക്കോ ഇൻസ്റ്റയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുന്നത് ഏതൊക്കെ ആംഗിളുകളിൽ നിന്നും ആണ് ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം അത് കാണുമ്പോഴാണ് അത് കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിലേക്കും ഇത്തരം കാര്യങ്ങൾ പോകും. നടി സുചിത്രയെ വേറൊരു പരാമർശം നടത്തി. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ സ്പോട്ടിൽ തന്നെ നമ്മൾ പ്രതികരിക്കണം, അല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ല പരാതി കൊടുക്കേണ്ടത് എന്നാണ് അവരുടെ ഭാഗം അവർ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അവർ സംസാരിച്ചതാണ്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് എപ്പോഴും ഒരിക്കലും ഒരു സ്ത്രീക്ക് ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണമെന്നില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ എല്ലാ സ്ത്രീകൾക്കും. അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏത് ലെവലിലുള്ള ഏത് രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും അപ്പൊ തന്നെ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പല ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നമുക്ക് ചുറ്റും. കാരണം നമുക്കിപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, അപ്പൊ ആ സമയത്ത് അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് കുറച്ചുകൂടി അത് സ്ത്രീ തന്നെയാണ് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഹണി റോസ് തന്നെ പറഞ്ഞു ആ വേദിയിൽ ഇദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളുടെ അർത്ഥം, ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ അർത്ഥം ആ ഒരു ഇതിൻ്റെ ഇടയിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം അവിടെ പറയുന്നു അതൊരു വലിയ മാസ് അവിടെയുണ്ട്, ഓഡിയൻസ് ഉണ്ട്, അപ്പോൾ അവരുടെ കരഘോഷങ്ങൾ, അവരുടെ ഒരു തിരക്ക്, പിന്നെ ആ ഒരു ഉദ്ഘാടനം, അതിൻ്റെ ഒരു ആംബിയൻസ്, അതിലൊക്കെ അവർ നിൽക്കുകയാണ്. അപ്പം ഇദ്ദേഹം അവിടെ അങ്ങനെ ഒരു പരാമർശം നടത്തും എന്നാരും ചിന്തിച്ചിട്ടല്ലല്ലോ നമ്മളവിടേക്ക് ആ ഉദ്ഘാടന വേദിയിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു അതിനെ ഒരു നിഷ്കളങ്കമായി നല്ല അർത്ഥത്തിൽ തന്നെ ആ കുട്ടി എടുക്കുന്നതായിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ കാണുന്നത്. അവർ വളരെ വിനയത്തോടും വളരെ ഹമ്പിളായി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്നു. പിന്നീടാണ് ഇവർക്ക് ഇതിൻ്റെ ഭാഗമായി വരുന്നത് ഇത് എങ്ങനെ വഷളത്തരമാണ്, ഈ വഷളത്തരം എൻജോയ് ചെയ്യപ്പെടുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നടത്തുന്ന വിശദീകരണങ്ങളിൽ കൂടുതൽ വഷളത്തരങ്ങൾ പറയുന്നു, ആഭാസത്തരങ്ങൾ പറയുന്നു. അതിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ പരാതി കൊടുത്ത് മുമ്പോട്ട് പോയി എന്ന് പറയുന്നത് അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അപ്പം അന്നേരം തന്നെ കൊടുക്കാഞ്ഞത് എന്താണ്? നിങ്ങൾ അപ്പോൾ പ്രതികരിക്കും. എല്ലാം കറങ്ങിത്തിരിഞ്ഞ് സ്ത്രീയുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നു, വീണ്ടും അവിടെ തന്നെ അപ്പൊ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണമാണ് അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത്. അതിപ്പോ പീഡനം നടന്ന് സ്ത്രീ കൊല ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. നിർഭയയുടെ കാര്യത്തിൽ
കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യുന്ന ഒരു നാട്ടിൽ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർത്തുകൂടെ? അപ്പം അങ്ങനെ വസ്ത്രധാരണം കൊണ്ടല്ല, അല്ലെങ്കിൽ രാത്രി യാത്ര ചെയ്യുന്നത് കൊണ്ടല്ല സ്ത്രീ കൊല ചെയ്യപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു കവിത ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ റേപ്പിന് വിധേയായ ഒരു വിദേശ വനിതയാണ്. എനിക്ക് എൻ്റെ എക്സാക്റ്റ് വരികൾ ഓർമ്മയില്ല, പക്ഷെ എൻ്റെ ഒരു ആശയം ഇങ്ങനെയാണ്. അവർ പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കാൻ വന്ന മനുഷ്യൻ്റെ വസ്ത്രം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അന്ന് എന്നെ ഉപദ്രവിച്ച ആളുടെ വസ്ത്രം പാൻറ്റും ഷർട്ടുമായിരുന്നു. അപ്പം എന്നെ പീഡിപ്പിക്കാൻ കാരണമായ വസ്ത്രമെന്ന് പറയുന്നതിന് ഒന്നേ ഉള്ളൂ, അത് പാൻറ്റും ഷർട്ടും ഇട്ട് വന്ന ആളാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രധാരണമല്ല, അദ്ദേഹമാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന നിലയിൽ. അത് ഞാനിപ്പോൾ അതിൻ്റെ ആശയം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ സ്പർശിക്കുന്ന ഒരു കവിതയാണ്, ഒരു റേപ്പ് വിക്റ്റിമായിട്ടുള്ള ഒരു സ്ത്രീ എഴുതിയ കവിതയാണ്. എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവരീ പറയുന്നതിനൊക്കെയുള്ള മറുപടികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലത്തും സ്ത്രീയെ ഇങ്ങനെ പ്രതിക്കൂട്ടി നിർത്താനുള്ള ശ്രമം, പെണ്ണിനെ മഴയത്ത് നിർത്തുക, ഇതൊക്കെ അനുഭവിച്ചോളൂ, നിങ്ങൾ മിണ്ടാതിരിക്കൂ, നിങ്ങൾ ഒന്നുകൂടി ഒതുങ്ങൂ, അല്ലെങ്കിൽ നിങ്ങളങ്ങ് വീട്ടിലിരിക്കൂ എന്നൊക്കെ പറയുന്നൊരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളങ്ങനെ ഭയപ്പെട്ട് പോകേണ്ടതില്ല. പുതിയ തലമുറ പോകുമെന്നാലും പ്രതീക്ഷിക്കുകയും വേണ്ട.